ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഫോണിൽ ചേരുകയാണ്. വസീഫ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നമ്മൾ സെൻസർ ബോർഡിനൊരു എന്തെങ്കിലും പ്രത്യേക അജണ്ടയുണ്ടോ എന്നുള്ളത് ചോദിച്ചു വരികയാണ്. സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേർ ഇതിനോടകം തന്നെ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ 4 സിനിമകൾക്കാണ് ഈ സെൻസർ ബോർഡ് കത്രിക പൂട്ടിട്ട് ഒരുപാട് പദങ്ങൾ വെട്ടണം, ഡയലോഗുകളിലടക്കം വെട്ടുവീഴ്ത്തിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? രാജ്യത്തെ സെൻസർ ബോർഡ് RSSന്റെ ചട്ടുകമായി മാറുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. RSSന്, സംഘപരിവാരത്തിന് ഇഷ്ടപ്പെടാത്ത, അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വാചകങ്ങൾ, പദങ്ങൾ എല്ലാം സിനിമയിലൂടെ വന്നാൽ അത് തങ്ങൾക്ക് അപകടമുണ്ടാകും എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് RSS ബോധപൂർവമായി ഈ സെൻസർ ബോർഡിൽ ഇടപെടുന്നത്. രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുകളിലുള്ള കടന്നുകയറ്റമാണ് ഇപ്പോ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെൻസർ ബോർഡിലൂടെ എന്ന്. ഈ RSSന്റെ ഒരു ശാഖയായി അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനയായി ഇപ്പോ ഇന്ത്യയിലെ സെൻസർ ബോർഡ് മാറി എന്നുള്ള സംശയമാണ് രാജ്യത്തെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതിനെ നോക്കിക്കാണുന്നവർക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. RSS ആഗ്രഹിക്കുന്ന സിനിമ, അല്ലെങ്കിൽ RSS പ്രതീക്ഷിക്കുന്ന സിനിമ, RSS പ്രതീക്ഷിക്കുന്ന പാട്ട്, RSS പ്രതീക്ഷിക്കുന്ന പുസ്തകങ്ങൾ, ഇത് മാത്രം മതിയോ രാജ്യത്ത്? അങ്ങനെയല്ലല്ലോ. ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ നമ്മുടെ രാജ്യത്തുള്ളത്. രാജ്യത്തൊരു ഭരണഘടനയുണ്ടല്ലോ. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ സംഘപരിവാരം ബോധപൂർവമായി ഇടപെടുന്നു എന്നുള്ളതാണ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വസീഫ്, ഇതിലൊരു വ്യത്യാസം ചൂണ്ടിക്കാട്ടുകയാണ്. ഇപ്പോൾ പല സിനിമകൾക്കും വെട്ടുവീണ സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ, അത് സംസാരിക്കുന്ന രാഷ്ട്രീയമൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതേസമയം തന്നെ മറുപുറത്ത് ഇപ്പോൾ എമർജൻസി പോലെ, കേരള സ്റ്റോറി പോലെ, ഇപ്പോൾ കേരള സ്റ്റോറിയൊക്കെ നമുക്കറിയാം അവാസ്തവം പറഞ്ഞ സിനിമയാണ്. ഈ എമർജൻസിയും ബംഗാൾ ഫയൽസും പോലുള്ള സിനിമകളൊക്കെ വളരെ എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ അജണ്ട അത് തെളിഞ്ഞു വരികയാണോ തുടർച്ചയായി? അതെ, RSSന്റെ അജണ്ട എല്ലാ മേഖലയിലും നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സെൻസർ ബോർഡിലൂടെയും നമ്മൾ കാണുന്നത്. നേരത്തെ ഇവർക്ക് ഇഷ്ടമില്ലാത്തത് പ്രസംഗിക്കുന്ന, ഇവർക്ക് ഇഷ്ടമില്ലാത്തത് എഴുതുന്ന എല്ലാം ഇവർ തടയുകയായിരുന്നു. രാജ്യത്ത് പ്രതികരണ സ്വാതന്ത്ര്യമില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ഭയം നയിക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്ന് മുൻകാലങ്ങളിൽ നമുക്ക് അനുഭവമുണ്ട് ഈ RSS ഭരണ സംവിധാനത്തിൽ. ആ സംവിധാനം തന്നെ ഇപ്പൊ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സിനിമയിൽ വലിയ രീതിയിൽ ഇവർ ഇടപെടൽ നടത്തുന്നു. ഒരു സിനിമ ഒരു നാടിന്റെ സംഭവവികാസങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു മീഡിയ ആണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ മീഡിയയെ എങ്ങനെ ഇവർക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും, ഇനി അനുകൂലമല്ലെങ്കിൽ എങ്ങനെ അതിനെ ഇല്ലാതെയാക്കാൻ പറ്റും എന്നുള്ള ആലോചനയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ബോധപൂർവമായി ഇതിലെല്ലാം ഇവർക്ക് ഇഷ്ടമില്ലാത്തത് നിരോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ വ്യാജ നിർമ്മിതികൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നുണ്ട്. അതിപ്പോ കേരള സ്റ്റോറി ആവട്ടെ, മറ്റൊരുപാട് സിനിമകൾക്ക് ഒരു കട്ടും ചെയ്യാതെ ആ സിനിമകൾക്കെല്ലാം വലിയ പിന്തുണ കൊടുത്ത് എല്ലാ നുണകളും പ്രചരിപ്പിക്കുന്നതിനുള്ള അനുവാദം കൊടുക്കുന്ന സാഹചര്യവും പല സിനിമകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന, രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കുള്ളിലൂടെ പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകളെയൊക്കെ ബോധപൂർവമായി ഇവർ ഇങ്ങനെ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരെ എല്ലാം വലിയ പ്രതിഷേധം ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വസീഫ്, ഒരൊറ്റ ചോദ്യം കൂടി. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ മലയാള സിനിമകളിൽ തന്നെ CPIM-നെയൊക്കെ പരിഹസിച്ചുകൊണ്ട്, അത്തരം നയങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിനെ വിമർശിക്കുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടും പഴയ സിനിമകൾ തന്നെ ഒരുപാട് അത്തരം സിനിമകളുണ്ട്. പക്ഷേ ഈ ഒരു പുതിയ കാലത്ത് പുതിയ സിനിമകളാണ് ഇത് ഏറ്റവും കൂടുതലായി നേരിടുന്നത്. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയ സംഭവങ്ങളെയൊക്കെ ഒരു സിനിമയാക്കിയെടുക്കാൻ അത്രത്തോളം പേടിക്കണോ അല്ലേ? അത്തരം സിനിമകളൊക്കെ ഇല്ലാതായി പോവോ? ഈ കലയും സിനിമയും ഒക്കെ നമുക്കറിയാലോ, ഇതൊക്കെ ഒരു നാടിനെ മുന്നോട്ടേക്കാണ് നയിക്കുക. അതിൽ ആക്ഷേപഹാസ്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോ അവർക്ക് ആ കലാകാരന് തോന്നുന്ന തരത്തിൽ അദ്ദേഹം എങ്ങനെയാണോ ഈ സമൂഹത്തെ നോക്കിക്കണ്ടത്, ചില സംഭവവികാസങ്ങൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, അങ്ങനെയാണ് അവർ സിനിമ ഇറക്കുക.
അപ്പൊ സ്വാഭാവികമായിട്ടും മതത്തെ വിമർശിക്കാറുണ്ട്, അവർ ജാതി സംവിധാനങ്ങളെ വിമർശിക്കാറുണ്ട്, അവർ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാറുണ്ട്. ഞങ്ങളെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്ന സിനിമകൾ എത്ര ഇറങ്ങുന്നുണ്ട് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ. അതിനെ ഒന്നും നമ്മൾ അങ്ങനെ ഒരു ഇതിൽ കാണാതെ ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളെയൊക്കെ വിമർശിക്കുന്ന, ഞങ്ങളൊക്കെ ട്രോളുന്ന, ഏറ്റവും വലിയ ആക്ഷേപത്തോടു കൂടി ഞങ്ങളെ ആക്രമിക്കുന്ന സിനിമകളെയൊക്കെ ആ ഒരു അർത്ഥത്തിലെടുത്ത് അതിന്റെ ഒരു അതിന്റെ ഒരു ആസ്വാദന തലത്തിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്നാൽ ഇവിടെ അതൊന്നും ഇവർക്ക് പറ്റില്ല എന്നുള്ള ഒരു അസഹിഷ്ണുത തന്നെയാണ് ഇവർക്ക് ഉള്ളത് എന്നാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അസഹിഷ്ണുതയുടെ ഒരു രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അസഹിഷ്ണുതയുടെ ഒരു രൂപമാണ് ഇപ്പോൾ ഈ സെൻസർ ബോർഡിലൂടെ ഇവര് ഇപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയെല്ലാം ശക്തമായ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെ പറയാം. തീർച്ചയായും. താങ്ക് യു വി വസീഫ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രാഷ്ട്രീയ രംഗത്ത് നിന്നുകൂടിയാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സെൻസർ ബോർഡ് തുടർച്ചയായി ഇത്തരത്തിൽ സിനിമകൾക്ക് മേലെ വെക്കുന്ന കടും വെട്ട് അത് ഒരു രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്തുന്ന വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ്.